ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്താണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? നമ്മുടെ മെഴുക്കുരുട്ടിയാണ്. ഉരുളക്കിഴങ്ങും അച്ചിങ്ങയും ചേർത്തിട്ടുള്ള മെഴുക്കുരുട്ടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുരുട്ടിയാണ്. ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, അച്ചിങ്ങ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. രണ്ടും ചേർത്ത് മെഴുക്കുരുട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മെഴുക്കുരുട്ടി ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 400 ഗ്രാം അച്ചിങ്ങ എടുത്തിട്ടുണ്ട്. അച്ചിങ്ങ ഇതാ ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചിങ്ങ ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 400 ഗ്രാം അച്ചിങ്ങയ്ക്കായിട്ട് നമ്മൾ 400 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടിക്ക് കട്ട് ചെയ്യുന്ന അതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് അച്ചിങ്ങ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അച്ചിങ്ങ കുക്കാവുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അച്ചിങ്ങയുടെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാത്തത്. പിന്നെ ഞാൻ പലപ്പോഴും അച്ചിങ്ങ എന്ന് പറയുമ്പോൾ എനിക്ക് കമൻസ് വരാറുണ്ട്, അതെന്ത് സാധനമാണ് ഈ അച്ചിങ്ങ എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ വള്ളിപ്പയറെന്നോ പയറെന്നോ ഒക്കെ പറയുന്നതാണ്. ഞങ്ങളുടെ ഇവിടെ അച്ചിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 2 പച്ചമുളക്, പിന്നെ ഒരു 10-15 ഉള്ളി ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ളി അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ഇപ്പോൾ ഉള്ളിയുടെ വിലയൊക്കെ കൂടുതലായതുകൊണ്ട് നമുക്കിതിൻ്റെ കൂടെ ഒരു ചെറിയ സോളയും കൂടി ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ സോളയും കൂടി നമുക്ക് ചേർത്ത് ചതച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വറ്റൽമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർക്കാം, മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചേർക്കാം. പിന്നെ പച്ചമുളക് എടുക്കുമ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് എടുക്കുക. ഈ പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം 3 എടുത്തിട്ട് മാറ്റി വെച്ചതാണ്. ഇത് കണ്ടോ, നല്ല വലിപ്പം കൂടിയ പച്ചമുളകാണ്. കളറും കൂടുതലാണ് ഈ പച്ചമുളകിന്. സാധാരണ ഇതാണ് നമ്മുടെ പച്ചമുളകിൻ്റെ കളറ്. 2 പച്ചമുളകാണെങ്കിലും 4 പച്ചമുളകിന്റെ ഗുണം ചെയ്യും. ലൈറ്റ് ഗ്രീൻ കളറാണ് സാധാരണ നമുക്ക് പച്ചമുളക് കിട്ടാറുള്ളത്. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഡാർക്ക് കളറിലെ പച്ചമുളകാണ്. ഒരെണ്ണം മാത്രമേ ഈ ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ 2 പച്ചമുളക് നമുക്ക് ഈ അച്ചിങ്ങയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും കൂടെ ചേർത്ത് വേവിക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ അച്ചിങ്ങയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം വയ്ക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും അച്ചിങ്ങയും കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങ ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. നിങ്ങളെല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യരുത്. 2 വെജിറ്റബിൾസ് ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില വെജിറ്റബിൾസിന് 2 കുക്കിംഗ് ടൈം ആയിരിക്കും. ഇതിപ്പോൾ അച്ചിങ്ങയ്ക്കും ഉരുളക്കിഴങ്ങിനും ഒരേ കുക്കിംഗ് ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അപ്പോൾ ഞാനിത് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒരുപാടായി പോരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാനും അച്ചിങ്ങ കുഴഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ വെള്ളം കുറച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, വെള്ളം കറക്റ്റാണ്. അച്ചിങ്ങയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും തൊട്ട് താഴെ നിൽക്കുന്ന അളവിലാണ് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് പച്ചക്കറികൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും കേട്ടോ. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പച്ചക്കറികൾ കുക്ക് ചെയ്യുന്നത്. തിളച്ച വെള്ളം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബബിൾസ് വന്ന് തുടങ്ങുന്ന ഭാഗത്തിലുള്ള വെള്ളത്തിലേക്കാണ് ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ, വലിയ ആളുകൾക്കാണെങ്കിൽ മാത്രമേ ഇതുപോലെ 2 പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ എരിവൊക്കെ ഒന്ന് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് പിടിക്കാനാണിത്. അപ്പോൾ അതുണ്ടോ, ഈ പച്ചമുളക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട്, അത്രയും വലിപ്പമുണ്ട്. പക്ഷേ പച്ചമുളകൊക്കെ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി നിർബന്ധമാണെങ്കിൽ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാൻ ഇങ്ങനെയുള്ള മെഴുക്കുരുട്ടിയിൽ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ ഉള്ളി ചതയ്ക്കുമ്പോൾ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വെളുത്തുള്ളി നിർബന്ധമാണെന്നുള്ള ആളുകൾക്ക് കേട്ടോ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഉരുളക്കിഴങ്ങിൻ്റെയും അച്ചിങ്ങയുടെയും താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം നിൽക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളമായി പോകരുത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും അച്ചിങ്ങ എന്താ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കണ്ടോ, കുടഞ്ഞു പോവാതെ കുക്കായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം ഇതുപോലെ നോക്കുമ്പോൾ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ടാവണം. അപ്പോൾ ഇനി നമുക്കിത് മെഴുക്കുരുട്ടി ആക്കിയെടുക്കാം. അപ്പോൾ പല സ്ഥലത്തും മെഴുക്കുരുട്ടി എന്ന് പറയുമ്പോൾ പച്ചമുളക് മാത്രം ഇട്ടിട്ടൊക്കെ മെഴുക്കുരുട്ടിയാണ് ഉണ്ടാക്കാറുള്ളത്. ഞങ്ങളുടെ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചിരുന്നത്. പലരും കമൻറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഇങ്ങനെയല്ല മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത്, മെഴുക്കുരുട്ടിയിൽ മുളക് പൊടി ചേർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ പച്ചമുളക് മാത്രം ഇട്ടിട്ടല്ല, നമ്മൾ മുളക് പൊടി അല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ചത് ചേർത്തിട്ടാണ് മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മെഴുക്കുരുട്ടി ആക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുളക് പൊടി ഇടാത്ത ആളുകളൊന്നും മുളക് പൊടി ഇട്ടൊന്ന് ചെയ്ത് നോക്കിക്കോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കറിയും കൂട്ടി ചോറ് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ചട്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെളിച്ചെണ്ണയുടെ കളറല്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം അച്ചാർ ഉണ്ടാക്കിയിട്ട് ആ അച്ചാർ ഈ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ എണ്ണ ചട്ടി വലിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ചട്ടി ചൂടാക്കിയപ്പോൾ എണ്ണ പുറത്തേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറ്. ഇതാ സൈഡിലൊക്കെ എണ്ണ വരുന്നതുണ്ടോ, ചട്ടി നന്നായിട്ട് എണ്ണ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടായി കഴിയുമ്പോൾ എണ്ണ പുറത്തേക്കും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് എണ്ണയാണെന്ന് വിചാരിക്കരുതല്ലോ. മെഴുക്കുരുട്ടിക്ക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കാറുള്ളത്. നമ്മുടെ നാടൻ മെഴുക്കുരുട്ടി അല്ലേ. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളി ചതച്ചെടുത്തില്ല കേട്ടോ. ഇന്ന് ഇത്തിരി മടിയുള്ള ദിവസമാണ്, അതുകൊണ്ട് ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടില്ല. ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ചതച്ച് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് മടി ഉണ്ടാവുമല്ലോ, കുഞ്ഞു കുഞ്ഞു മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചതയ്ക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. സവാളയും ഉള്ളി ഒരുമിച്ച് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള മടി ഇടയ്ക്ക് വരാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ ചെറിയ മടിയൊക്കെ വരാറുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സവോളയും ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. സവോള മാത്രം ചേർത്തിട്ടും ഈ ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാം. പക്ഷെ ആ ഉള്ളി ചേർക്കുമ്പോഴാണ് മെഴുക്കുരുട്ടിക്ക് കൂടുതൽ ടേസ്റ്റ് വരിക. അതുകൊണ്ടാണ് കുറച്ച് ഉള്ളി നമ്മൾ എടുക്കുന്നത്. ഉള്ളി നന്നാക്കി എടുക്കാൻ മടിയൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ മുഴുവനും ഉള്ളി തന്നെ നന്നാക്കി എടുത്തോളൂ. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾ വറ്റൽമുളകാണ് ക്രഷ് ചെയ്തത് ചേർക്കുന്നതെങ്കിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് പറയാം കേട്ടോ ഏത് സ്റ്റേജിലാണ് വറ്റൽമുളക് ചേർക്കേണ്ടതെന്ന്. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകിന് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുണ്ട് മുളക് പൊടിയൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങോ അച്ചിങ്ങയോ ഏതെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുക, അതിന് ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത്. കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വീണ്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് കഴിച്ചു നോക്കട്ടെ ഉപ്പ് കറക്റ്റ് ആണോ എന്ന്. ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മളിതുപോലെ മെഴുക്കുരുട്ടികൾ തയ്യാറാക്കുമ്പോൾ കഷ്ണത്തിന് ഉപ്പ് കുറവാണെങ്കിൽ കഷ്ണത്തിലേക്ക് ആ ഉപ്പ് ചേർക്കേണ്ടത് കഷ്ണം കുക്കാവുന്ന സമയത്താണ്. ഇല്ല കഷ്ണങ്ങളൊക്കെ കുക്കായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പ് നോക്കുന്നതെങ്കിൽ ഇതുപോലെ ഉള്ളി വഴറ്റുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ്. അപ്പോൾ നമ്മളിനി ഇത് എല്ലാം ചേർത്ത് ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ചോളും. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ചില്ലിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. സവോളയുടെ കളർ ഇത്രയും മാറിക്കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് ആ ചില്ലി ഫ്ലേക്സ് ഒക്കെ കുക്കായി വന്നോളും. അപ്പോൾ ഞാനിത് ഒന്നുകൂടി കുക്കായിട്ടാണ് മുളക് പൊടി ചേർക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾക്ക് മഞ്ഞ കളർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചട്ടി എങ്ങനെയുണ്ട്, നന്നായിട്ട് റെഡിയായി വന്നിട്ടില്ലേ? എന്തോ ഒന്നൊന്ന് കണ്ടിട്ട് നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിച്ചതിനേക്കാൾ പെർഫെക്റ്റ് ആയി വന്നിട്ടില്ലേ? ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും പറ്റുന്നുണ്ടാവും ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോയിൽ ഈ ചട്ടി തന്നെയാണ് എടുക്കുന്നത് അധികവും. അപ്പോൾ നന്നായിട്ട് ആ ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞ് വരുന്നൊരു മണം വരുന്നുണ്ട്. കറിവേപ്പിലയും മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി കുക്കായി വരണമല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം മുളക് പൊടി ചേർക്കുക, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ,
എടുക്കുന്നുണ്ട്. ഹീപ്ഡ് സ്പൂണായിട്ടാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എരിവ് വേണം. പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടെങ്കിലും നമുക്കതിലേക്ക് മെഴുക്കുരട്ടിക്ക് വേണ്ട എരിവ് വേണ്ടേ. അതുകൊണ്ടാണ് കുറച്ച് പൊക്കിയെടുത്തത്, സ്പൂണിൽ നിറയെ എടുത്തത്. ഇല്ലെങ്കിൽ ലെവലായിട്ട് എടുക്കുള്ളൂ. ചില മെഴുക്കുരട്ടികൾക്ക് നമ്മൾ അധികം എരിവ് ചേർക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ഈ ഒരു മെഴുക്കുരട്ടി, ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിക്കൊക്കെ നല്ല എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല എരിവെന്ന് പറഞ്ഞാൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത എരിവല്ല, വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന എരിവായിരിക്കണം. പക്ഷേ അത്യാവശ്യത്തിന് നല്ല എരിവൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കണം. അപ്പോൾ ഈ കുറച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ഒന്ന് കുക്കായി വരണ്ടേ. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഈ ഒരു മെഴുക്കുരുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ചാള വറുത്തതാണ് കേട്ടോ കറി. വേറെ ഒഴിച്ചുകറികളൊന്നുമില്ല, ഒഴിച്ചുകറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് എളുപ്പ വഴിയിലുള്ള പരിപാടികളാണ് എല്ലാം. അപ്പോൾ നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നോക്കിക്കോളൂ, നല്ല ഭംഗിയുള്ള കളറായി വരും നമ്മുടെ മെഴുക്കുരുട്ടി. കണ്ടോ, കളർ മാറി മാറി വരുന്നുണ്ട്. ചട്ടിക്കൊരു കുഴപ്പമുണ്ട്, ചട്ടി ഇങ്ങനെ സ്റ്റൗവിൽ ഇരുന്നിട്ട് ഇളകി കളിക്കുന്നുണ്ട്. ആ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഈ ഒരു ചട്ടിക്ക്. ഈ ചട്ടി മേടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് റൗണ്ടിൽ നിന്ന് ചെറിയൊരു ഓവൽ ഷേപ്പ് ആയിപ്പോയിട്ടുണ്ട്. അവരുണ്ടാക്കിയപ്പോൾ വന്ന മിസ്റ്റേക്കാണത്. അപ്പോൾ പക്ഷെ നമുക്ക് നോക്കാൻ വേറെ നിവൃത്തിയില്ല. സത്യമില്ല, ചെക്ക് ചെയ്യണമെങ്കിൽ സ്റ്റൗവിൽ വെച്ച് തന്നെ നോക്കണം. ചട്ടി വാങ്ങുന്ന സ്ഥലത്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചെക്ക് ചെയ്യാനും പറ്റില്ല. ഇതേവരെ ചട്ടി വാങ്ങിയപ്പോൾ ഇല്ലാത്തൊരു കംപ്ലൈൻ്റ് ആണ് ഈ ചട്ടിക്ക്. അപ്പോൾ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. ഇതുപോലെ ഇളകിക്കൊണ്ടിരിക്കില്ല. ഞാനിപ്പോൾ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും, ചട്ടി ഇതുപോലെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് ഇളക്കി കൊടുക്കും, പിന്നെ അത് ഇളകി വരും. അതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ട് ചെറുതായിട്ട് ഇതിന്. അതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഒതുങ്ങിപ്പോയതായിരിക്കണം ഉണങ്ങുന്നതിന് മുൻപ്. നമുക്ക് ഫ്രീ ആയിട്ട് വിട്ട് ഇളക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ മെഴുക്കുരുട്ടി റെഡി ആയി കഴിഞ്ഞു. എളുപ്പമല്ലേ, എല്ലാവർക്കും ഈസി ആയിട്ട് തോന്നുന്നില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, പുതിയ ആളുകളൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരുട്ടിയാണ് ഈ ഒരു മെഴുക്കുരുട്ടി. അപ്പോൾ ഇതുപോലെ രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ട്, രണ്ട് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നിങ്ങൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ മെഴുക്കുരുട്ടി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ മെഴുക്കുരുട്ടി എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല വെജിറ്റബിൾസും രണ്ടെണ്ണം ചേർത്തിട്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരു വെജിറ്റബിൾ മാത്രം ചേർത്ത് മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് രണ്ട് വെജിറ്റബിൾസ് ചേർത്തിട്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.